ഇവിടെ പ്രേക്ഷകർ ഈ വാർത്താദിനം കാത്തിരുന്നത് KPCCയുടെ രാഷ്ട്രീയകാര്യ സമിതിയിലെ തീരുമാനത്തിനു വേണ്ടിയാണ്. രാഷ്ട്രീയകാര്യ സമിതി കൂടി. രാഷ്ട്രീയകാര്യ സമിതിയിൽ മുതിർന്ന നേതാക്കൾ അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവച്ചു. പ്രധാനമായും ചർച്ചയായത് മുഖ്യമന്ത്രി പദവിക്ക് വേണ്ടിയിട്ടുള്ള മത്സരം ദോഷം ചെയ്യും എന്നുള്ള ഒരു വിമർശനമാണ്. മുതിർന്ന നേതാക്കൾ PJ കുര്യനടക്കം ഇതിൽ സന്ദേഹം പ്രകടിപ്പിക്കുകയും ചെയ്തു. ഒരു ഘട്ടത്തിൽ ദീപാദാസ് മുൻഷി ചുമതല ഒഴിയാനുള്ള സന്നദ്ധത പ്രകടിപ്പിച്ചുവെന്നും അറിയുന്നു. കൂടുതൽ വിവരങ്ങളുമായി റോഷിപാൽ നമുക്കൊപ്പം ചേരുന്നു. റോഷിപാൽ, KPCCയുടെ രാഷ്ട്രീയകാര്യ സമിതിയിൽ ഒട്ടേറെ വിമർശനങ്ങൾ ഉയർന്നതായാണ് കേൾക്കുന്നത്. എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? ഗുഡ് ഈവനിംഗ് റോഷിപാൽ. ഗുഡ് ഈവനിംഗ് അരുൺകുമാർ. ഏതാണ്ട് 5 മണിക്കൂർ നീണ്ട യോഗമാണ്. 8:30 യോഗം അവസാനിച്ചത്. രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ പങ്കെടുത്ത എല്ലാവരും അവരുടെ അഭിപ്രായം പ്രകടിപ്പിച്ചു. ഏറ്റവും പ്രധാനമായി പാർട്ടിയിൽ ഐക്യം വേണമെന്ന ഒരു അഭിപ്രായമാണ് ഭൂരിഭാഗം നേതാക്കളും പ്രകടിപ്പിച്ചത്. കാരണം തെരഞ്ഞെടുപ്പ് ജയിച്ചു വരിക അത്ര എളുപ്പമല്ല. അതുകൊണ്ട് കൃത്യമായി നേതാക്കൾ തമ്മിൽ ഐക്യമുണ്ടെന്ന സന്ദേശം പൊതു ഇടങ്ങളിലേക്ക് പോകണം. അതുകൊണ്ട് അഭിപ്രായങ്ങൾ കൃത്യമായി ചർച്ച ചെയ്യേണ്ടത് പാർട്ടിക്കുള്ളിലാണ്. പൊതു ഇടങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രകടിപ്പിക്കാൻ പാടില്ല. നേതാക്കൾ പരസ്പര കൂടിയാലോചനകൾ ഉണ്ടാകണം. KC വേണുഗോപാൽ ഈ യോഗം അവസാനിക്കുന്ന സമയത്തും പറഞ്ഞത് അതുമാത്രമായിരുന്നു. വലിയ ഐക്യത്തോടെ തന്നെ മുന്നോട്ട് പോകണം. എല്ലാവരും കൃത്യമായി ചർച്ചകൾ ഉണ്ടാകണം. രാഷ്ട്രീയകാര്യ സമിതി എല്ലാ മാസവും യോഗം ചേരണം. മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം കേട്ടതിന് ശേഷം മാത്രമേ തീരുമാനങ്ങൾ എടുക്കാൻ പാടുള്ളൂ. ഇങ്ങനെ തുടങ്ങിയ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ കൂടി സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ യോഗത്തിലേക്ക് വെച്ചു. ഒപ്പം മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള ചർച്ചകൾ, തർക്കങ്ങൾ അതൊക്കെ ദോഷം ചെയ്യും. അത്തരം ചർച്ചകൾ അവസാനിപ്പിക്കണം. തെരഞ്ഞെടുപ്പിൽ ജയിക്കാനുള്ള പദ്ധതികളാണ് നേതാക്കൾ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കേണ്ടത് എന്ന് PJ കുര്യൻ അങ്ങനെ ഒരു ആശങ്കയായി യോഗത്തിൽ പ്രകടിപ്പിച്ചു. KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റ് കൂടെ TC ദിഗ ഇനിയും ഒരു വട്ടം കൂടി പ്രതിപക്ഷത്തിരിക്കാൻ പറ്റില്ലെന്ന് യോഗത്തെ അറിയിച്ചു. അങ്ങനെ നേതാക്കളൊക്കെ അവരുടെ ആശങ്കകൾ ഒന്നുകൂടി സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തേണ്ട അനിവാര്യത, കൂട്ടായി പ്രവർത്തിക്കേണ്ട അനിവാര്യതയാണ് യോഗത്തിൽ ചൂണ്ടിക്കാണിച്ചത്. അതിനിടയിലാണ് സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി പദവി ഒഴിയുമെന്ന മുന്നറിയിപ്പ് നൽകിയത്. നേതാക്കളൊന്നും ഹൈക്കമാൻഡിന്റെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുന്നില്ല, എല്ലാം അവഗണിക്കുന്നു. യോഗം വിളിക്കാൻ പറഞ്ഞാൽ യോഗം വിളിക്കുന്നില്ല. ഓരോ പരിപാടികൾ നിർദ്ദേശിച്ചു കഴിഞ്ഞാൽ അത് അവഗണിക്കുന്നു. AICCയുടെ സെക്രട്ടറിമാരുമായി നിസ്സഹകരണമാണ് ഭൂരിഭാഗം നേതാക്കളും. ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയില്ല. ഒന്നുകിൽ തന്നെ ചുമതലയിൽ നിന്നും ഒഴിവാക്കണം, അല്ലെങ്കിൽ താൻ സ്വയം ഒഴിവാകുമെന്ന മുന്നറിയിപ്പ് ദീപാദാസ് മുൻഷി യോഗത്തെ അറിയിച്ചു. ഏതായാലും ഇനി അങ്ങോട്ട് ഐക്യത്തോടെ പോകാമെന്ന ഉറപ്പിന്മേൽ യോഗം ഇന്ന് പിരിയുകയായിരുന്നു. എല്ലാ മാസം യോഗം ചേരണമെന്ന നിർദ്ദേശം കർശനമായി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ യോഗത്തിന് മുന്നിൽ വെച്ചു. എല്ലാവരും കൃത്യമായി യോഗത്തിൽ പങ്കെടുക്കണം, കൃത്യമായ ചർച്ചകൾ നടത്തണം എന്ന നിർദ്ദേശമാണ് ഇന്ന് യോഗത്തിൽ പ്രധാനമായും ഉണ്ടായത്. താങ്ക് യു റോഷിപാൽ ആൻഡ് ഗുഡ് നൈറ്റ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നേരത്തെ രാഷ്ട്രീയകാര്യ സമിതി മുതിർന്ന നേതാക്കളുടെ അസൗകര്യം പ്രമാണിച്ച് മാറ്റിവെക്കുകയായിരുന്നു. ആ മാറ്റിവെച്ച രാഷ്ട്രീയകാര്യ സമിതിയാണ് ഇന്ന് കൂടിയത്.